ഹലോ, ഗ്രാൻഡിഡിക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ തേൻമുട്ടായി, നമ്മുടെ കടകളിലൊക്കെ വാങ്ങുന്ന ആ തേൻമുട്ടായി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിനായിട്ട് ഞാനിത് കണ്ടോ, നമ്മുടെ മാവെന്ന് പറഞ്ഞാൽ ഇത് അരിയും ഉഴുന്നൂടെ വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാകുന്ന ആ പരുവത്തിലുള്ള മാവില്ലേ, അതാണ്. അതിന് ഞാൻ കുറച്ചെടുത്ത് വെച്ചാൽ കേട്ടോ നമുക്ക് മുട്ടായി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് മാവ് മതി, നമുക്ക് ഒത്തിരി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, അരിയും ഉഴുന്നും ഒക്കെ നല്ലോണം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡിയാക്കി, ഒത്തിരി വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. അതിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നമുക്ക് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ലേശം ഉപ്പും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കളറുകളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ലേശം ഒരു കളർ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ മാവിന് ഇത് കണ്ടോ, ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടോണ്ടാ കേട്ടോ. ഫുഡ് കളറൊക്കെ ഉള്ളവർ അത് ചേർത്തോളൂ. ഞാനിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ടിട്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഒരു പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അത് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പഞ്ചസാര ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചസാര കുറച്ചെടുത്ത് നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും. വെള്ളം കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ പഞ്ചസാര മുട്ടായി നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് റെഡിയാക്കി ഒന്ന് മാറ്റി വെക്കാം. പഞ്ചസാര എനിക്ക് അപ്പോൾ ചെറു ചൂട് വേണം കേട്ടോ. ചെറു ചൂടോടുകൂടി ഇരിക്കുന്നതിലേക്ക് നമ്മൾ ആ മുട്ടായി ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ച് അതിനകത്തോട്ട് എടുത്തിടുന്നു. ഈ ലേശം നമുക്ക് കൂട്ടി വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പഞ്ചസാര ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് പാൻ എടുത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി നേരം ഒന്നും എണ്ണയിൽ ഇടേണ്ട കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് വരും. ഇതെടുത്തിട്ട് നമ്മൾ നേരെ പഞ്ചസാര ലൈനിലോട്ട് ഇടും. ചെറു ചൂടാക്കി പഞ്ചസാര ലൈനിൽ വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ഇത് നമ്മുടെ മുട്ടായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് പതുക്കെ കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് നമ്മൾ നേരെ പഞ്ചസാര ലൈനിൽ തന്നെയാണ് ഇത് ഇടുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ തീ കൂട്ടി കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം വേണം അടുത്ത് ഒഴിക്കാൻ. ഇനി നമുക്ക് നേരെ നമ്മുടെ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒരിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ നമ്മൾ പഞ്ചസാര ലൈനിലേക്ക് ഇടുന്നത്. അങ്ങനെ ഞാൻ മുഴുവനും ഒന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ തേൻമുട്ടായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കറിയാലോ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടായി അല്ലേ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഇപ്പോൾ വീട്ടിൽ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ അതിന് കുറച്ച് മാവ് എടുത്ത് വെച്ച് വെള്ളം കുറച്ച് അരച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.